asset pricing model, that is CAPM model എന്ന് നമ്മൾ പറയും. So what's the capital asset pricing model? It provides the formula that calculates the expected return on a security based on its level of risk. അത് ഒരു സെക്യൂരിറ്റി നമ്മൾ എടുക്കുമ്പോൾ, സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടാകാവുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ എ സെക്യൂരിറ്റിയെ മെഷർ ചെയ്യുന്ന ആ ഒരു ഫോർമുലയെ പറയുന്നതാണ് എന്തെന്ന് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് CAPM ആണ്. So what is CAPM? It provides the formula that calculates the expected rate of return on a security based on the level of risk. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, when the level of risk is very high, the expected rate of return is also high. That means there is a proportional or direct relationship between the expected rate of return and the risk of a particular security. And how it is calculated? What is the formula? The formula is nothing but the risk-free rate plus beta times the difference of the return on the market and the risk-free rate. എങ്ങനെയാണ് CAPM നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CAPM can be calculated based on the equation risk-free rate plus റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ടുള്ള, അതായത് എന്ത് ഈ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് വെച്ചാൽ, അതായത് ഞാനിപ്പോൾ ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കതിൽ നിന്നും മുതൽ മുടക്ക്, അതായത് ഇത്രയും കിട്ടുമെന്നുള്ള എനിക്കത് ഷുവർട്ടിയുള്ള രൂപ അല്ലെങ്കിൽ ഷുവർട്ടിയുള്ള റിട്ടേൺ, അതാണ് എന്ത് റിസ്ക് ഫ്രീ റേറ്റ് ആണത്. ആ റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ടൈംസ് ദ ഡിഫറൻസ് ഓഫ് ദി റിട്ടേൺ ഓൺ ദി മാർക്കറ്റ്, മാർക്കറ്റിൽ ബീറ്റ ടൈംസ് ദ ഡിഫറൻസ് ഓഫ് ദി റിട്ടേൺ ഓൺ ദി മാർക്കറ്റ് ആൻഡ് ദ റിസ്ക് ഫ്രീ റേറ്റ്. ഈ ബീറ്റ ടൈംസ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം, നമുക്ക് അടുത്തൊരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം ഇതാണ് CAPM എന്ന് പറയുന്നത്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് അപ്പം? പ്രൊവൈഡ്സ് ഫോർമുല ദാറ്റ് കാൽക്കുലേറ്റ്സ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ എ സെക്യൂരിറ്റി ബേസ്ഡ് ഓൺ ഇറ്റ്സ് ലെവൽ ഓഫ് റിസ്ക്. പ്രധാനമായിട്ടും ദർ ആർ 5 പ്രിൻസിപ്പൽ റിസ്ക് മെഷേഴ്സ്. റിസ്ക് മെഷർ ചെയ്യാനായിട്ട് 5 തരം മെഷറിംഗ് കൺസെപ്റ്റുകളാണ് നമുക്കുള്ളത്. വാട്ട് ആർ ദ കൺസെപ്റ്റ്സ്? ദ ഫസ്റ്റ് വൺ alpha, second beta, third one r squared, 4 standard deviation, and the last one, fifth one, Sharpe ratio. So there are 5 measurement for the risk return measurement. നമുക്ക് റിസ്ക് മെഷർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് മെഷർ ചെയ്യാനായിട്ട് 5 തരം വേ ആണ് നമുക്കുള്ളത്. വൺ ഈസ് ആൽഫ, ബീറ്റ, ആർ സ്ക്വയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ഷാർപ്പ് റേഷ്യോ. ഓക്കെ, റിസ്ക് ആൻഡ് റിട്ടേൺ. അപ്പം when there is a higher possibility for risk, there is a possibility of higher return. That is a risk return എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം റിട്ടേൺ നമുക്ക് കിട്ടുന്നു എന്നുള്ള തരുന്നതിനെയാണ് നമ്മൾ CAPM എന്ന് പറയുന്നത്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് ടു അനലൈസ് ദർ ഇസ് എ റിസ്ക് ആൻഡ് റിട്ടേൺ ഫോർ എ സെക്യൂരിറ്റി. So when the risk and return are calculated, we know that when there is a higher risk, there will be a higher return. Risk കൂടുതലാണെങ്കിൽ റിട്ടേണും കൂടുതലായിരിക്കും. This is known as a risk return trade off. റിസ്ക് റിട്ടേണും തമ്മിലൊരു ട്രേഡ് ഓഫ് ഉണ്ട്. എന്താണ് ഈ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്? when we can earn more return from a particular security only if the risk will be only higher. റിസ്ക് ഹയർ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന പോസിബിലിറ്റി, ഐ മീൻ റിട്ടേൺ എന്ന് പറയുന്നത് ഹയർ ആവാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ദാറ്റ് ഈസ് എ ട്രേഡ് ഓഫ്. സോ വാട്ട് ഈസ് ആക്ച്വലി റിസ്ക് ആൻഡ് റിട്ടേൺ? റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അസസ്മെൻറ്റ് that identifies all of the risk factors associated with pursuing a specific course of an action. ഒരു സ്പെസിഫിക് കോഴ്സ് ഓഫ് എൻ ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ എന്ത് പറയുന്നു? റിസ്ക് എന്ന് പറയും. ഓക്കെ, ഒരു
ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാകാവുന്ന എന്ത് ആക്ഷനും ആവാം. എന്തൊക്കെ ആക്ഷൻസ് ആണ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉള്ളത്? ഐദർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പക്ഷേ ഈ റിസ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ഒരു 5 ഇയേഴ്സിനാണെങ്കിൽ ഓക്കെ, 5 ഇയേഴ്സിന് എനിക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് എനിക്ക് ഉണ്ടാവാം. ചിലപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ ഈ സാധനം പൊട്ടിപ്പാളീസാവാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് ഇസ് എ റിസ്ക്. ഇനി 5 വർഷത്തിൽ എനിക്ക് ഇത് അടച്ച് വീട്ടാനുള്ള അല്ലെങ്കിൽ ഇതിന് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവും എനിക്കുണ്ടാകാം. എനിക്കൊരു പക്ഷേ പലതും അൺഫോഴ്സീൻ ആയിട്ടുള്ള പലതും സംഭവിക്കാം. ആ സമയത്തും എനിക്ക് നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് അഗെയിൻ എ റിസ്ക്. അപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി എടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകാവുന്ന ഓരോ ആക്ഷനെയും, അതിൻ്റെ ഡ്യൂറേഷൻ ടൈമിനുള്ളിൽ ഉണ്ടാകാവുന്ന ഓരോ ആക്ഷനെയും നമുക്ക് എന്തെന്ന് പറയുന്നു? റിസ്ക് എന്ന് പറയുന്നു. എങ്കിൽ when there is a higher risk, there will be a higher return. Okay, so what's a risk return trade-off? When a higher risk is associated with greater probability of higher return and lower risk with greater probability for smaller return. So this trade-off, when an investor faces between a risk and return while considering investment decisions, is called a risk return trade-off. So what is a risk return trade-off? Risk return trade-off എന്ന് പറയുന്നത് when a higher risk ഉള്ള പ്രോജക്റ്റിന് ഹയർ പോസിബിലിറ്റി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ, അതുപോലെ ലോവർ റിസ്ക് ഉള്ള പ്രോജക്റ്റിന് ലോവർ റിട്ടേൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? ഹയർ റിസ്ക് ഉള്ള ഹയർ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. എങ്കിൽ അയാൾ ഹയർ പ്രോജക്റ്റിൽ അയാൾ ഒരുപാട് തുക കൊടുക്കുകയും അതേസമയം അയാൾ ഒരുപാട് വലിയ റിസ്ക് എടുക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഹിയർ ദർ ആർ 8 ടൈപ്പ് ഓഫ് റിസ്ക്. എങ്കിൽ ഇവിടെ നമുക്ക് എത്ര തരം റിസ്ക് ഉണ്ടെന്ന് അറിയാമോ? ദർ ആർ 8 ടൈപ്പ് ഓഫ് റിസ്ക് വി ഹാവ്. One is 8 type of risk are: one is competition risk. Second, operational risk. Third one, legal risk. Fourth, complaints risk. 5, strategy risk. 6, reputational risk. 7, risk arising from catastrophic events. എന്ത് ഈ കാറ്റസ്ട്രോഫിക് ഈവൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ബിഹേവിയറാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതെന്താ പറയേണ്ടത്, റിസ്ക് ഉള്ള പ്രോജക്റ്റിൽ ഞാൻ പോയിട്ട് തല വയ്ക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു ബിഹേവിയർ. ദെൻ ലാസ്റ്റ് വൺ, 8th വൺ, കമ്പ്യൂട്ടർ ഹാക്കിംഗ്. കമ്പ്യൂട്ടർ ഹാക്കിങ്ങിലൂടെയും ഒരു പക്ഷേ എന്ത് ചെയ്യാം, ഒരു റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ്. സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. The risk can be categorized into 8, that are competition risk, operational, legal, complaint, strategy, reputation arising from catastrophic events, and computer hacking. So these are 8 type of risk. Among this, even if this 8 type of risk, the important risk we have to notice is that systematic risk versus unsystematic risk. Systematic versus unsystematic risk. എന്താണ് സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്? സിസ്റ്റമാറ്റിക് വേഴ്സസ് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് which was developed by
ഫിനാൻഷ്യൽ ഇക്കോണമിസ്റ്റ്, നമ്മുടെ നൊബേൽ ലോറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇക്കോണമിസ്റ്റ് വില്യം ഷാർപ്പ് introduced in his book in 1970 portfolio theory and capital markets. പോർട്ട്ഫോളിയോ തിയറി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ബുക്കിൽ 1970 വില്യം ഷാർപ്പ് എന്ന് പറയുന്ന നൊബേൽ ലോറേറ്റ്സ് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്കിനെയും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഒരു സിസ്റ്റമാറ്റിക് റിസ്ക്? സിസ്റ്റമാറ്റിക് റിസ്ക് ആർ ദ മാർക്കറ്റ് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്കിന് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയും. എന്താണിത്? ദാറ്റ് ഈസ് ജനറൽ പെറിൽസ് ഓഫ് ഇൻവെസ്റ്റിംഗ് വിച്ച് കനോട്ട് ബി ഡൈവേഴ്സിഫൈഡ് എവേ. So these systematic factors include macroeconomic factors such as inflation, interest rate, economic growth, exchange rate, recession, etc. that are covered under systematic risk. എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിലുള്ള മാക്രോ ഇക്കണോമിക് വേരിയബിൾസ് മൂലം, മാക്രോ ഇക്കണോമിക് വേരിയബിൾസിൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകാവുന്ന റിസ്ക്, അതായത് ഇൻഫ്ലേഷൻ ആവാം, അൺഎംപ്ലോയ്മെൻ്റ് ആവാം, ഇക്കണോമിക് ഗ്രോത്ത് ആവാം, എക്സ്ചേഞ്ച് റേറ്റ് ആവാം, ഇത് ഈ വാരിയബിൾസിലുള്ള മാക്രോ ഇക്കണോമിക് വാരിയബിൾസിലുള്ള വ്യതിയാനം മൂലം ഉണ്ടാകാവുന്ന റിസ്കിനെയാണ് എന്ത് പറയുന്നത്? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് നോൺ ആസ് ഓൾസോ നോൺ ആസ് എ സ്പെസിഫിക് റിസ്ക് that's related to the individual stocks. In more technical terms, it represents the components of a stock's return that is not correlated with general market movements. ഈ ജനറൽ മാർക്കറ്റ് മൂവ്മെൻറ്റ്സിലൂടെ അല്ലാതെ ആ പേഴ്സണൽ വ്യത്യാസത്തിലൂടെ അല്ലെങ്കിൽ പേഴ്സണൽ വാരിയബിൾസിലൂടെ, ഇൻഡിവിജ്വൽ സ്റ്റോക്കിലൂടെ ഉണ്ടാകാവുന്ന ഓരോ മാറ്റം അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. Okay, so risk, among the different types of risk, the most important types of risk is systematic and unsystematic. It was developed by William Sharp in 1970 in his book Portfolio Theory and Capital Markets. And systematic risk is nothing but the variations in the macroeconomic variables like inflation, unemployment, exchange rate, etc. While unsystematic risk is related with the individual stocks, the fluctuations in the individual stock. Clear? And here we have a risk return trade-off. What is a risk return trade-off in general? Therefore, the risk return trade-off states that the potential return rises with an increase in risk. Using this principle, individuals associated with low levels of uncertainty with a low potential return and high levels of uncertainty or risk with a high potential return. എന്ന് വെച്ചാൽ അപ്പോൾ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ സമ്മപ്പ് വി ക്യാൻ സീ ദാറ്റ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ക്യാൻ ബി സ്റ്റേറ്റഡ് ദാറ്റ് വിത്ത് എ ഹയർ റേറ്റ് ഓഫ് റിസ്ക് ദർ വിൽ ബി ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് എ പീപ്പിൾ ദേ ആർ needing higher rate of return, they can invest only in a higher risk projects. That is a risk return trade-off. So it states that the potential return arises with an increase in risk. According to the risk return trade-off, invested money can render higher profits only if the investor will accept a higher possibility of losses. അപ്പം ഒരു ഹയർ ലോസ് ഉണ്ടാവാനുള്ള ഒരു ഹയർ പോസിബിലിറ്റിക്ക് ചാൻസ് ഉള്ള ഒരു ഇൻവെസ്റ്ററിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഹയർ റിസ്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്ന തിയറിയാണ് നമ്മൾ ഇത് പറയുന്നത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. So what are the assumptions of CAMP, Capital Asset Pricing മോഡലിൻ്റെ assumptions എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ്. ദാറ്റ് ഈസ് ദേ പ്ലേസ് ഫണ്ട്സ് ഇൻ ദ ലെസ് റിസ്കി ഇവൻറ്റ്സ്. അപ്പം സാധാരണഗതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞാലും ഹയർ റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് എല്ലാം തന്നെ എന്താണ് ഹയർ റിട്ടേൺ കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് എന്താണ് അവരെല്ലാവരും റിസ്ക് അവേഴ്സ് പീപ്പിളാണ്. Then all investors have the same expectations from the market and are well informed. അവർക്ക് എല്ലാവർക്കും സെയിം എക്സ്പെക്റ്റേഷൻസ് ആണ്. No investor is big enough to influence the price of the securities. The market is perfect. There are no taxes, no transaction costs, securities are completely indivisible and the market is competitive.
Last one, investors can borrow and lend unlimited amounts at a risk-free rate, that is zero bonds. These are the 5 assumptions in which the CAMP, that means capital asset pricing model, was built. Endana formula? In finance, capital asset pricing model is a model used to determine a theoretically appropriate required rate of return of an asset to make decisions about adding assets to a well-diversified portfolio. Then it describes the relationship between systematic risk and expected return for assets, particularly stocks. Capital asset pricing model is widely used throughout the finance for pricing risky securities and generating expected returns for assets given the risk of those assets and cost of capital. Then it provides investors with a means of estimating the required rate of return for a share based on an assessment of this risk. എന്ന് വെച്ചാൽ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്താണ് പറയുന്നത്? ഒരു റിസ്കി അസറ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടാകാവുന്ന എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? It widely used throughout the finance for pricing risky securities and generating expected rate of return for assets given the risk of those assets and cost of capital. And the formula for calculating expected rate of return on asset is ERI equal to RF plus beta I of expected rate of return, ERM minus RF. എന്താണ് ERI എന്ന് പറയുന്നത്? Expected rate of return of an investment. RF is risk free rate, beta I beta of the investment, ERM expected rate of return from the market. ഇനി ERM മൈനസ് RF എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള റേറ്റും എന്നാൽ മാർക്കറ്റ് റിസ്ക്കും കൂടി ഉള്ളതിൻ്റെ നെറ്റിനെയാണ് നമ്മളിത് പറയുന്നത് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. That means the capital asset pricing model, it can be used based on the equation ERI equal to RF plus beta I of ERM minus RF. Okay? എന്താണ് ഇനി ഇതിനകത്തുള്ള ബീറ്റ എന്ന് പറയുന്നത്? That beta role in CAPM എന്ന് വെച്ചാൽ beta's role in CAPM. According to CAPM, beta is the only relevant measure of a stock's risk. It measures a stock's relative volatility. That is, it shows how much the price. അതെന്ന് വെച്ചാൽ ബീറ്റ റോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു പ്രത്യേക സെക്യൂരിറ്റിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൽ എത്ര അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്ന് നോക്കാം. എത്ര തവണ ഇത് ജമ്പ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രൈസ് ഹൈക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ദെൻ മാർക്കറ്റിൽ മൊത്തത്തിലുള്ള ഷെയർസിൻ്റെ എന്താണ് അപ്സ് ആൻഡ് ഡൗൺസും എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ റിലേഷനിൽ വെച്ച് പറയുന്നതാണ് എന്ത് ബീറ്റ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് ഞാനിപ്പോൾ റിലയൻസിൻ്റെ ഒരു സ്റ്റോക്കിൽ ഞാൻ ഒരു ഷെയർ ഇൻവെസ്റ്റ് ചെയ്തു. അത് വരുന്ന ഒരു 2 വർഷത്തേക്ക് എത്ര തവണ പ്രൈസ് ഹൈക്കും പ്രൈസ് ഡൗണും ഉണ്ടാവുന്നത് നോക്കാം. ഇനി മൊത്തത്തിൽ ഇക്കോണമിയിൽ മൊത്തം മാർക്കറ്റിൽ ഷെയർസിൻ്റെ എന്തുണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ഇൻ റിലേഷൻ ടു ഈ റിലയൻസ് ഷെയറിനെയാണ് എന്ത് പറയുന്നത്? ബീറ്റ വാല്യൂ ഓഫ് ദാറ്റ് ക്യാപിറ്റൽ അസെറ്റ്. ക്ലിയർ ആണല്ലോ? നോക്കാം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഷോസ് ഹൗ മച്ച് ദ പ്രൈസ്, ഞാൻ വരയ്ക്കാം. ഇറ്റ് ഷോസ് ഹൗ മച്ച് ദ പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ഓർ എ പർട്ടിക്കുലർ സ്റ്റോക്ക് ജംപ്സ് അപ്പ് ആൻഡ് ഡൗൺ കമ്പയർഡ് വിത്ത് how much the entire stock market jumps up and down. If a share price moves exactly in line with the market, then the stock beta is 1. അതായത് രണ്ടിൻ്റെയും ഞാനെടുത്ത റിലയൻസിൻ്റെ ഷെയറും മാർക്കറ്റിലെ മൊത്തം ഷെയർസിൻ്റെയും വ്യതിയാനം എന്ന് പറയുന്നത് സെയിം തോതാണെങ്കിൽ ബീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. A stock with a beta of 1.5 would rise by 15% if the market rose by 10% and fall by 15% if the market fell by 10%. Clear ആണല്ലോ? Then beta is found by statistical analysis
of individual daily share prices return in comparison with the market's daily returns over precisely same periods. In the same periods. Then the goal of a CAPM formula is to evaluate whether a stock is fairly valued when its risk and the time value of a money are compared to its expected rate of return. ഞാൻ നമുക്കൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഹെൽപ്സ് ഇൻ ദ പ്രൈസിംഗ് ഓഫ് റിസ്കി സെക്യൂരിറ്റീസ് സച്ച് ദാറ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് റിസ്ക് ആൻഡ് ദ എമൗണ്ട് ഓഫ് റിസ്ക് പ്രീമിയം നെസസറി ഫോർ ദ കമ്പാരിസൺസ് ക്യാൻ ബി അസർട്ടൻഡ്. ഇത്രയേ ഉള്ളൂ. നമ്മളെടുക്കാൻ പോകുന്ന ഷെയറിൻ്റെ പ്രൈസിലുള്ള വ്യതിയാനം മൊത്തം മാർക്കറ്റ് ഷെയറിൽ മാർക്കറ്റ് പ്രൈസിൽ എത്രത്തോളം വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള തോത് നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബീറ്റ വാല്യൂ കണക്കാക്കുന്നത്. എന്തിനാണ് ഈ ബീറ്റ വാല്യൂ കണക്കാക്കുന്നത്? ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ അത് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ബീറ്റയുടെ വാല്യൂ അടിസ്ഥാനത്തിലായിരിക്കും. ക്ലിയർ ആണല്ലോ? രണ്ടും 1 ആണോ 15% ആണോ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടെന്ന് അറിയാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൺസംഷൻ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, CCAPM. It's an extension of capital asset pricing model that uses a consumption beta instead of a market beta to explain expected return premiums over the risk-free rate. The beta component of both CCAPM and CAPM formula represents a risk that cannot be diversified away. The consumption beta is based on the volatility of a given stock or portfolio. അതായത് കൺസംഷൻ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട ബീറ്റ വാല്യൂവിൻ്റെ ചേഞ്ചസ് എത്രമാത്രം ഉണ്ടെന്ന് കണക്കാക്കുന്നതിനെയാണ് കൺസംഷൻ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. എങ്ങനെയാണത് കണക്കാക്കുന്നത്? ഇറ്റ് പ്രെഡിക്ട്സ് that an asset return premium is proportional to its consumption beta. The model is credited to Douglas Breeden, a finance professor at UFO School of Business at Duke University, and Robert Lucas, an economics professor at the University of Chicago, who won the Nobel Prize in Economics in 1995. അത് കൺസംഷൻ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, നമ്മൾ കണ്ടുപിടിക്കുന്ന ബീറ്റ വാല്യൂവിൻ്റെ ഹോൾ ചേഞ്ചസ് ആണ്. അതായത് നമ്മൾ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ഫ്രീ റേറ്റിൽ നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഉണ്ടാകാവുന്ന എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്, മാർക്കറ്റ് വ്യതിയാനവും കഴിച്ചുകൊണ്ടുള്ള എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് എന്ത് പറയുന്നത്, കൺസംഷൻ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഹു ഡെവലപ്ഡ് ദിസ് മോഡൽ, ദ മോഡൽ ഡെവലപ്ഡ് ബൈ ഡഗ്ലാസ് ബ്രീഡൻ വിത്ത് ആര്, നമ്മുടെ നൊബേൽ ലോറേറ്റ്സ് റോബർട്ട് ലൂക്കാസിൻ്റെ കൂടെ. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? R=RF + βC of RM - RF. ഹിയർ RM - RF എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രീമിയം, റിസ്ക് പ്രീമിയം ആണ്. ഓക്കെ, എന്താന്ന് നോക്കാം. വേർ R= expected return on a security, RF means risk free rate, BC means beta coefficient of consumption, RM means return on a market. And it provides a fundamental understanding of the relationship between wealth and consumption and an investor's risk aversion. അത് നമ്മൾ എന്താണ് അസംഷൻ പറഞ്ഞത്? എല്ലാ ജനങ്ങളും ആരാണ്? റിസ്ക് അവേഴ്സ് പീപ്പിൾ ആണ്. ഒരു മെജോറിറ്റി എല്ലാവരും റിസ്ക് അവേഴ്സ് ആണ്. എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെയുള്ള ജനങ്ങളുടെ കേസിൽ ഒരാൾ ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു അസറ്റിലാണ് കൂടുതലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി റിസ്ക് ഉള്ള അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും അയാളുടെ ലക്ഷ്യം എന്താണ്? റിസ്ക് ഫ്രീ ആയിട്ടുള്ള അയാളുടെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യലാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്, ബീറ്റ വാല്യൂയിലൂടെയും എന്താണ് നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ്ങിലൂടെ നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത്. ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് റിസ്ക് റിലേറ്റഡ് ടു ദ കൺസംഷൻ ബീറ്റ ഇസ് മെഷേർഡ് ബൈ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ റിസ്ക് പ്രീമിയം, ദാറ്റ് ഈസ് റിട്ടേൺ ഓൺ അസറ്റ് റിസ്ക് ഫ്രീ റേറ്റ് വിത്ത് കൺസംഷൻ ഗ്രോത്ത്. The CCAPM is useful in estimating how much stock market return changes relative to consumption growth. A higher consumption beta implies higher expected rate of return. അതായത് ബീറ്റയുടെ വാല്യൂ ഹയർ ആണെങ്കിൽ എന്താണ് അതിനർത്ഥം? ദാറ്റ് മീൻസ് ദ കൺസംഷൻ ഗ്രോത്ത് ആണ് അതിനെ കാണിക്കുന്നത്. It is useful in estimating how much stock market return changes relative to consumption growth.
At a higher consumption beta implies higher expected return on a risky asset. For instance, a consumption beta of 2 would imply അതായത് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള അസറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്കറ്റിൽ ഷെയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും എന്നർത്ഥം. അതാണ് ബീറ്റ 2 എന്ന് പറയുന്നത്. ഇൻക്രീസ് റിട്ടേൺ റിക്വയർമെൻറ്റ് 2% ഇഫ് ദ മാർക്കറ്റ് ഇൻക്രീസ് ബൈ 1%. മാർക്കറ്റിൽ 1% ഇൻക്രിമെൻ്റ് ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള സെക്യൂരിറ്റിയിൽ 2% ഇൻക്രിമെൻറ്റ് ചേഞ്ചസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് ബീറ്റ. അപ്പോൾ ബീറ്റയുടെ വാല്യൂവിനനുസരിച്ചിരിക്കും നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫറൻസ്, അതിൻ്റെ പ്രീമിയം, റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. Then intertemporal capital asset pricing model. It's a consumption-based capital asset pricing model that assumes that investors hedge risky positions. And it's an extension of CAPM and was introduced by Nobel laureate Robert Merton in 1973. That is intertemporal asset pricing model. ഇതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് markets movements or a securities movement by its relationship to aggregate consumption. നമ്മുടെ ആഗ്രഗേറ്റ് കൺസംഷനിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് എത്രമാത്രം വ്യത്യാസം ഉണ്ടാകാം. സെക്യൂരിറ്റീസ് റിട്ടേൺ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് റിസ്ക് ഓർ മാർക്കറ്റ് ബീറ്റ. ഇൻ CCAPM, a stock's return will occur in relation to aggregate consumption indicated by consumption beta. Like CAPM and CCAPM, in intertemporal capital asset pricing model also predicts the expected rate of return on a security. ഒരു സെക്യൂരിറ്റി എന്നുള്ള എക്സ്പെക്ട് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആഫ്റ്റർ കൺസംഷൻ ആയിരിക്കും. It offers further precision by taking into account how investors participate in the market. Most investors participate in markets for multiple years and over longer time periods. Investment opportunities must shift as expectations of risk change, resulting in situations in which investors may wish to hedge. But here we can see that intertemporal capital asset pricing, അതായത് capital asset pricing മോഡലിൻ്റെ രണ്ട് തരം നമ്മൾ കണ്ടു. കൺസംഷൻ കണ്ടു, ഇന്റർടെമ്പറൽ capital asset pricing മോഡൽ